എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ ഒരു 3 ഡേ 3 നൈറ്റ് ഡൽഹി ആഗ്ര ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. ഒരു 3 ഡേ ഡൽഹി ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള ചില സജഷൻസ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുകയാണ്. ശരിക്കും ഒരു 3 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ 3 ഡേ 2 നൈറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഞങ്ങൾ കുറച്ച് കംഫർട്ടൊക്കെ നോക്കിയിട്ട് ഒരു നൈറ്റ് കൂടി അവിടെ സ്റ്റേ ചെയ്തതാണ്. ഡൽഹി വിത്ത് ആഗ്ര 3 ഡേ 2 നൈറ്റാണ് പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ താജ്മഹൽ ഫ്രൈഡേ ക്ലോസ്ഡ് ആണ്. മാത്രമല്ല ഡൽഹിയിൽ നിന്ന് ആഗ്രയിലേക്ക് പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ ഡേ വേണം. ഏർലി മോർണിംഗ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈറ്റ് മാത്രമേ തിരിച്ചെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ പ്ലാൻ ചെയ്യുമ്പോൾ ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഡൽഹിയിൽ പൊല്യൂഷൻ്റെ ഇഷ്യൂ ഉള്ള ടൈമിലാണ് ഞങ്ങൾ അവിടെ എത്തിയത്. സോ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഡിഫിക്കൽട്ടീസൊക്കെ ഉണ്ടായിരുന്നു. കുത്തബ് മീനാറിലേക്കാണ് ഫസ്റ്റ് വിസിറ്റ്. ഇവിടെ ടിക്കറ്റ് ചാർജ് 30 രൂപയാണ്. ക്യാമറയ്ക്ക് സ്പെഷ്യൽ ഫീ ഉണ്ട്. ഇവിടെ ഡെയിലി പ്രവേശനമുണ്ട്. മോർണിംഗ് 8 to ഈവനിങ് 5 വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. ഡൽഹിയിലെ എല്ലാ മോണുമെൻറ്റ്സും ഏകദേശം 5 മണിക്ക് ക്ലോസ് ചെയ്യും. സാറ്റർഡേ സൺഡേ ഒക്കെയാണ് നമ്മളിവിടെ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. കാരണം ആ സമയത്ത് സാറ്റർഡേ സൺഡേ നല്ല തിരക്കായിരിക്കും. സോ ചെറിയ ക്യൂ ഉണ്ടാവും. നമുക്ക് ആ ടൈം അത്രയും സേവ് ചെയ്യാൻ പറ്റും ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുവാണെങ്കിൽ. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ ലിസ്റ്റിലുള്ളൊരു മോനുമെൻ്റാണ് കുത്തബ് മീനാർ. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഏറ്റവും ഉയരം കൂടിയ മീനാരമാണിത്. ഈ മുസ്ലിം പള്ളികളിലൊക്കെ കാണുന്ന ഉയരത്തിലുള്ള സ്തൂപത്തെയാണ് നമ്മൾ മീനാരം എന്ന് പറയുന്നത്. ബാങ്ക് വിളിക്കാനായിട്ടുള്ള ഉച്ചഭാഷണങ്ങളൊക്കെ മിക്കവാറും ഇതിൻ്റെ ഉള്ളിലായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ഇത് പണി കഴിപ്പിച്ചത് കുത്തബ്ദീൻ ഐബക്ക്, പിന്നെ ഇൽത്തുമിഷ്, അങ്ങനെ ഒരു 2-3 സ്റ്റേജായിട്ട് പലരായിട്ടാണ് ഈ കോംപ്ലക്സ് ഫിനിഷ് ചെയ്തതെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത് കാണേണ്ട വേറൊരു സംഭവം ഇവിടുത്തെ അയൺ പില്ലറാണ്. അതായത് ഒരു ഏകദേശം 1600 വർഷം പഴക്കമുള്ളൊരു അയൺ പില്ലർ. ഇത്ര നാളായിട്ട് അത് റെസ്റ്റ് ചെയ്തിട്ടില്ല. ഡൽഹിയിലെ ഇത്ര മഞ്ഞും മഴയും വെയിലും പൊല്യൂഷനൊക്കെ ആയിട്ടും ഇത് തുരുമ്പെടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. കുത്തബ് കോംപ്ലക്സിൽ തന്നെ ഇതിൻ്റെ അടുത്ത് കാണേണ്ട ഒരു പണി തീരാത്ത മിനാറാണ് അലൈ മിനാർ. അലാവുദ്ദീൻ ഖിൽജിയാണിത് പണിയാൻ വേണ്ടി നിർദ്ദേശിച്ചത്. കുത്തബ് മീനാർ പോലെ തന്നെ പണിയാൻ വേണ്ടി പ്ലാൻ ചെയ്തായിരുന്നു അദ്ദേഹം. പക്ഷേ മരണപ്പെട്ടതുകൊണ്ട് ഇതിൻ്റെ പണി പൂർത്തിയാക്കില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഹിസ്റ്ററി. അടുത്തായി ലോട്ടസ് ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത്. കുത്തബ് മീനാറിൽ നിന്നും ഏകദേശം ഒരു 1/2 hour ട്രാവൽ ഉണ്ട് ലോട്ടസ് ടെമ്പിളിലേക്ക്. ഇവിടെ എൻട്രൻസ് ഫീ ഒന്നുമില്ല. ഇവിടെ ഒരു ചെറിയൊരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. അപ്പോൾ വിസിറ്റേഴ്സ് കൂടുതലുള്ളതുകൊണ്ട് ഈ സെക്യൂരിറ്റി ചെക്കിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ആ ക്യൂവിനുള്ള ഒരു ടൈമും കൂടി നമ്മൾ മുൻകൂട്ടി കാണണം. നിങ്ങൾക്കറിയായിരിക്കും ലോട്ടസ് ഷേപ്പിലുള്ളൊരു ബഹായ് ഹൗസ് ഓഫ് വർഷിപ്പാണ് ഈ ലോട്ടസ് ടെമ്പിൾ എന്ന് പറയുന്നത്. ഈ ബഹായ് എന്ന് പറയുന്നത് അതൊരു റിലീജിയൻ ആണെന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. അതായത് എല്ലാ മതങ്ങളെയും എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നൊരു
പ്രാക്ടീസാണത്. ബഹായുള്ള എന്നൊരു ലീഡറാണ് ഇതിൻ്റെ സ്ഥാപകൻ. ലോട്ടസ് ടെമ്പിളിൻ്റെ ഈ ഒരു പോയിന്റ് വരെ ക്യാമറ അലോ ചെയ്യുള്ളൂ. 27 ഫ്രീ സ്റ്റാൻഡിങ് പെറ്റൽസാണ് ഇതിനുള്ളത്. ചുറ്റും അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന നല്ല ഗാർഡൻസ് ഉണ്ട്, നല്ല ഏരിയ ഉണ്ട്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ടെമ്പിൾ കയറി വരാനായിട്ട് വേറെ ക്യൂവും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പോയി വിസിറ്റ് ചെയ്തിട്ട് വരാം. ടെമ്പിളിൻ്റെ അകത്ത് നമുക്ക് കയറണമെങ്കിൽ ചെറിയൊരു ക്യൂ ഉണ്ടാവും, ക്രൗഡ് ഉണ്ടെങ്കിൽ. അപ്പോൾ അതിനുള്ള ടൈം കൂടി നമുക്ക് കാണണം. ഒരു മാക്സിമം 1 hour ഉദ്ദേശിക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അടുത്തായിട്ട് മുഗൾ എംപറർ ഹുമയൂണിൻ്റെ ടോംബിലേക്കാണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു ഐഡിയ ഞാൻ തരാം. ബാബറിൻ്റെ മകനാണ് ഹുമയൂൺ, ഹുമയൂണിൻ്റെ മകനാണ് അക്ബർ, അക്ബറിൻ്റെ മകനാണ് ജഹാംഗീർ, ജഹാംഗീറിൻ്റെ മകനാണ് ഷാജഹാൻ. ഇതും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലെ ഒരു ഐറ്റമാണിത്. ഹുമയൂണിൻ്റെ ഫസ്റ്റ് വൈഫ് ബീഗം ആണിത് കമ്മീഷൻ ചെയ്തത്. നിസാമുദ്ദീൻ ഈസ്റ്റിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ. ഇസാഖാൻ ടോംബാണ് ഈ കാണുന്നത്. ഹുമയൂണിനെ പരാജയപ്പെടുത്തിയ ഷേർഷാ സൂരി, അദ്ദേഹത്തിൻ്റെ കോർട്ടിലെ പ്രധാനിയായിരുന്നു ഈ ഇസാഖാൻ. ഈ ടോം കോംപ്ലക്സിൽ തന്നെ ഒരു ഒക്ടോഗണൽ ഷേപ്പിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ. ചില കാരണങ്ങളാൽ ഞങ്ങൾക്ക് മെയിൻ ടോംബ് വിസിറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതിനു മുമ്പ് പെട്ടെന്ന് തിരിച്ചു പോരേണ്ടി വന്നു. ഹുമയൂൺസ് ടോംബ് എന്തായാലും ഡൽഹി വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഹുമയൂൺ ടോംബിൽ ഏകദേശം 100-ന് മേലെ ഗ്രേവ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഡോർമെറ്ററി ഓഫ് മുഗൾസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. റെഡ് സാൻഡ് സ്റ്റോണും വൈറ്റ് മാർബിൾസിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഈ ഹുമയൂൺസ് ടോംബ്. താജ്മഹൽ ശരിക്കും ഈ ഹുമയൂൺസ് ടോംബിൻ്റെ ഡിസൈൻ ഇൻസ്പയർ ആയിട്ടാണ് പണിതെന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയലായ ഇന്ത്യ ഗേറ്റിലേക്കാണ് പോകുന്നത്. ഡൽഹിയിലെ പ്രധാന പാതയായ രാജ്പഥിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകിച്ച് ഫീ ഒന്നുമില്ല, എന്നാലൊരു സെക്യൂരിറ്റി ഗേറ്റ് വഴി മാത്രമേ ഇതിൻ്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അതായത് 1-ാം ലോക മഹായുദ്ധത്തിലും പിന്നെ അഫ്ഗാൻ യുദ്ധത്തിലും മരിച്ച ഇന്ത്യൻ സൈനികരുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട സ്മാരകമാണിത്. 1921 ഇന്ത്യ ഗേറ്റിൻ്റെ മുകളിലായിട്ട് കുറച്ച് വലിയ അക്ഷരങ്ങളിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇന്ത്യ ഗേറ്റിൻ്റെ ആർച്ചിൻ്റെ താഴെയായിട്ട് കത്തിച്ചു വെച്ചിരിക്കുന്ന ദീപമാണ് അമർ ജവാൻ ജ്യോതി.
ഒരു സൈനിക യുദ്ധത്തോക്കും ഒരു സൈനികൻ്റെ തൊപ്പിയും ഇതിൻ്റെ ഒപ്പം പണിതിട്ടുണ്ട്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്കായി സ്ഥാപിക്കപ്പെട്ടതാണത്. പിന്നെ ഇവിടെ 3 സേനയുടെയും, അതായത് കരസേന, നാവികസേന, വ്യോമസേന, 3 സേനയുടെയും ഫ്ലാഗും ഇവിടെയുണ്ട്. രാജ്പഥിൻ്റെ പാതയിലെ എൻഡിലാണ് രാഷ്ട്രപതി ഭവൻ ഉള്ളത്. ഇന്ത്യ ഗേറ്റിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ മാറിയിട്ടാണ് രാഷ്ട്രപതി ഭവൻ. ഇന്ത്യ ഗേറ്റിൽ വന്നിട്ട് ഇന്ത്യ ഗേറ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷം ഒരു ഓട്ടോ വല്ലതും പിടിച്ച് രാഷ്ട്രഭവനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ അതിൽ കുറച്ച് പോർഷൻസ് അലൗഡാണ് വിസിറ്റേഴ്സിന്. അതിലേക്ക് കയറണമെങ്കിൽ സ്പെഷ്യൽ പെർമിഷനും പാസും ഒക്കെ എടുത്തിട്ട് ആ കറക്റ്റ് ദിവസം, ഏതൊക്കെയോ ദിവസങ്ങൾ മാത്രമേ അലൗ ചെയ്യുള്ളൂ. അത് നോക്കിയിട്ട് വേണം നമ്മൾ വരാൻ. ഇതിപ്പോൾ ജസ്റ്റ് പുറത്തുനിന്ന് കണ്ട് ജസ്റ്റ് പോകാനാണെങ്കിൽ എന്തെങ്കിലും ഓട്ടോ വല്ല ഹയർ ചെയ്തിട്ട് അവിടെ വരെ എത്തി തിരിച്ചു പോകേണ്ടി വരും. ഇപ്പോൾ ഏകദേശം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡൽഹിയിൽ എല്ലാ മോണുമെൻറ്റ്സും ഏകദേശം 5 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പം ഇനി എന്തെങ്കിലും ടെമ്പിൾസ് മാത്രമേ വിസിറ്റ് ചെയ്യാനുള്ളൂ. ഇതിനടുത്ത് തന്നെ ബിർള മന്ദിർ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബിർള മന്ദിർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബിർള ഫാമിലി നിർമ്മിച്ചിട്ടുള്ള ഹിന്ദു ടെമ്പിൾസ് ആണ്. ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇതുണ്ട്. ഇപ്പോൾ ഡൽഹി, ഹൈദരാബാദ്, കൊണാർക്ക്, പിന്നെ കൊൽക്കത്ത, ഇവിടെയൊക്കെ ഉണ്ട്. മെയിനായിട്ട് വൈറ്റ് മാർബിൾസും അല്ലെങ്കിൽ റെഡ് സാൻഡ് സ്റ്റോൺ ആണ് മെയിനായിട്ട് ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ മിക്കയിടത്തും യൂസ് ചെയ്താക്കുന്നത്. ഹൈദരാബാദിൽ ഞാൻ പോയിട്ടുള്ളതാണ്. പ്യുവർ വൈറ്റ് മാർബിൾസ് കൊണ്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്താക്കുന്നത്. ഇതിനകത്തോട്ട് ക്യാമറയും ഫോൺ ഒന്നും അലൗഡ് അല്ല. ഇവിടെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം പോകാൻ. ഇവിടെ വലിയ പ്രത്യേകതകളൊന്നും ഇതിനകത്ത് പറയാനില്ല. അതുകൊണ്ട് ഡൽഹിയിലെ ബാക്കി ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പ്ലേസസൊക്കെ വിസിറ്റ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ ഈവനിങ് 6 ടൈം ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ വിസിറ്റ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ.